ഓം അമൃതേശ്വരിയെ നമഃ. നമ്മുടെ ജീവിതത്തെ രണ്ട് കാഴ്ചപ്പാടിൽ കാണാൻ പറ്റും. ആദ്യത്തെ കാഴ്ചപ്പാട് ജീവിതത്തിൻ്റെ നിലവാരം. ജീവിതത്തിൻ്റെ നിലവാരം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വത്ത്, പണം, വീട്, കാറ്, മറ്റുള്ള സുഖസൗകര്യങ്ങളെല്ലാം, പിന്നെ പിക്നിക്ക് പോവുക, സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുക, അങ്ങനത്തെ ഒരു ജീവിതശൈലി, അതിന് ജീവിത നിലവാരം എന്ന് പറയാം. രണ്ടാമത്തെ കാഴ്ചപ്പാട് ജീവിത മേന്മ. ജീവിത മേന്മ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ശാന്തി, തൃപ്തി, മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം, കാരുണ്യം, ക്ഷമ, ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ മേന്മ എന്ന് പറയുന്നത്. സാധാരണമായി എല്ലാവരും ആദ്യത്തെ ജീവിതത്തെയാണ് ആഗ്രഹിക്കുന്നത്. അതായത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താണ് എല്ലാവരും നോക്കുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളും കൂടെയുള്ള ജീവിതം, അതാണ് നമ്മൾ ആകർഷിക്കുന്നത്. പൊതുവായി നമ്മൾ ആകർഷിക്കുന്നത് ചിലപ്പോൾ തിന്മ തരുന്ന കാര്യങ്ങളായിരിക്കാം, എന്നാലും നമ്മൾ അതിൽ നോക്കി പോകാറുണ്ട്. നന്മയുള്ള വിഷയങ്ങൾ സാധാരണമായി നമ്മൾ അത്രയ്ക്ക് ആകർഷിക്കാറില്ല. വളരെ കുറച്ച് പേർ മാത്രമേ ഈ രണ്ടാമത്തെ ജീവിതശൈലി ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അതായത് ജീവിത മേന്മ. സുഖ സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്നവർ അവരുടെ പണത്തെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ആഡംബരത്തിനുമാണ് ചിലവാക്കുന്നത്. അതിനാൽ അവർക്ക് കൂടുതൽ പണം ആവശ്യം വരും, ഇനിയും വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. പക്ഷേ തൃപ്തി അങ്ങനെ കിട്ടാറുമില്ല. എന്ന് മാത്രമല്ല, ഉള്ള പണത്തെ സംരക്ഷിക്കുവാനും അത് നഷ്ടപ്പെടാൻ നോക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. ഇൻകം ടാക്സുകാർ റെയ്ഡിന് വരുമോ, അല്ല കള്ളന്മാർ വന്ന് മോട്ടിച്ചുകൊണ്ട് പോവോ, ഇങ്ങനെ ഭയത്തോട് കൂടിയായിരിക്കും അവരുടെ ജീവിതം. അതുമാത്രമല്ല, പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പുതിയ വഴികൾ പലതും തേടും. പിന്നെ കുറുക്ക് വഴി കൂടിയും പണം സമ്പാദിക്കാൻ ശ്രമിക്കും പലരും. അങ്ങനെ ശ്രമിച്ച് ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. കുറുക്ക് വഴി പണം സമ്പാദിക്കാൻ ശ്രമിച്ച പലരുടെയും പതനം നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരാൾ ഒരു പുസ്തക കടയ്ക്കുള്ള പോവാണ്, എന്തെങ്കിലും പുസ്തകം വാങ്ങിക്കാം എന്ന് വിചാരിച്ച് പോവാണ്. അപ്പോൾ പല ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. ഓരോന്നായി നോക്കി വരുമ്പോൾ ഓരോ പുസ്തകത്തിൻ്റെ തലക്കെട്ട്, ടൈറ്റിൽ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് വാങ്ങിക്കാൻ തീരുമാനിച്ചു പുള്ളി. ആ ബുക്ക് എടുത്തു. ആ ബുക്കിൻ്റെ പേര് ഒരു മാസത്തിനുള്ളിൽ എങ്ങനെ കോടീശ്വരനാകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കോടീശ്വരനാകാനുള്ള വഴി. ആ ബുക്ക് എടുത്തുകൊണ്ട് കൗണ്ടറിൽ വന്നിട്ട് ക്യാഷ് കൊടുക്കാൻ പോവുക, പണം ബില്ല് കൊടുക്കാൻ പോവുക. അപ്പോൾ കൗണ്ടറിലുള്ള ആൾ ഇനിയൊരു ബുക്ക് കൂടെ കൊടുത്തു. അപ്പോൾ ബുക്ക് വാങ്ങിക്കാൻ വന്ന ആൾ പറയും, എനിക്ക് ഒരു ബുക്ക് മതി, 2 ബുക്ക് വേണ്ട, അല്ല ഇത് ഫ്രീ ആണ്, ഇരുന്നോട്ടെ പറഞ്ഞു. വേണ്ട, എനിക്ക് ഒരു ബുക്ക് വായിക്കാനുള്ള സമയമേ ഉള്ളൂ, ആ ബുക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ അത് കടക്കാരൻ പറയുന്നു, അല്ലല്ല, ഇത് ഈ ബുക്ക് വാങ്ങിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ബുക്ക് ഫ്രീ ആണ്, വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ? അപ്പോൾ അത് പറഞ്ഞു, ഈ രണ്ടാമത്തെ ബുക്ക് എന്താ? രണ്ടാമത്തെ ബുക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം. അതായത് ഒരു മാസത്തിനുള്ളിൽ കോടീശ്വരനാകാം എന്ന് വിചാരിച്ച് എന്തെങ്കിലും ചെയ്താൽ തീർച്ചയായിട്ടും ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം കൂടെ അറിഞ്ഞിരിക്കണം വിചാരിച്ച് ആ ബുക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറുക്ക് വഴി പോയാൽ നമുക്ക് ആപത്തേ കൂടുതൽ ഉണ്ടാവുള്ളൂ. അതുമാത്രമല്ല, ഈ ലോകം അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം പണക്കാരെയല്ല കൂടുതൽ ഓർക്കുന്നത്, ധാർമ്മികമായ വ്യക്തികളെയാണ്, ജീവിതത്തിൽ മൂല്യങ്ങളോട് വാങ്ങുന്ന വ്യക്തികളെയാണ് ചരിത്രം ഓർക്കുന്നത്. ഇപ്പോൾ മഹാത്മാഗാന്ധി, അബ്രഹാം ലിങ്കൺ, അവർക്ക് സാധു കുടുംബത്തിൽ വന്നതാണ്. അങ്ങനെ കുറേ വ്യക്തികളുണ്ട്, ഞാൻ 2 പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവരിന്ന് ലോകം ഓർക്കുന്നു. അപ്പോൾ യഥാർത്ഥ മേന്മ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കയ്യിലുള്ള പണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കും. അതുകൊണ്ട് അവർക്ക് തൃപ്തി കിട്ടുന്നുണ്ട്, സന്തോഷം കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പണം വെച്ച് ആരെ സഹായിക്കുന്നു അവർക്ക് നന്മയും കിട്ടുന്നുണ്ട്, അവർക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഈശ്വര കൃപയും കിട്ടും. അപ്പോൾ ജീവിതത്തിൽ മേന്മ കൈവരിക്കാൻ ആത്മാർത്ഥമായ ആഗ്രഹം വേണം, ഒപ്പം പ്രയത്നവും ആവശ്യമാണ്. സാമാന്യമായി പറഞ്ഞാൽ ജീവിത മേന്മ കൈവരിക്കാൻ കുറുക്ക് വഴിയൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു കുറുക്ക് വഴിയുണ്ട്. അത് അമ്മയെ പോലുള്ള സദ്ഗുരുക്കൾ, മഹാത്മാക്കൾ, ഇവരുടെ സമ്പർക്കം. അപ്പോൾ മഹാത്മാക്കളുടെ സാന്നിധ്യവും അവരുടെ ജീവിത മൂല്യങ്ങളും
അവർ നമ്മളോട് കാണിക്കുന്ന കാരുണ്യം, സ്നേഹം, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ പരിവർത്തനം ചെയ്ത് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു. സുഖസൗകര്യങ്ങളില്ലെങ്കിലും ഒരാൾക്ക് നല്ല ജീവിതം നയിക്കാൻ സാധിക്കും. ഭോഗവസ്തുക്കൾ ഒന്നും നിരന്തരമല്ല, ഒന്നും നമ്മെ അനുഗമിക്കുകയുമില്ല. പക്ഷേ അവ ഉപയോഗിച്ച് പുണ്യം സമ്പാദിച്ചാൽ ആ പുണ്യഫലം നമ്മുടെ കൂടെ വരും. അമ്മ എപ്പോഴും പറയാറുണ്ട്, അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് ഇനിയുള്ള ജീവിതകാലമെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മേന്മ കൈവരിച്ച് ഈശ്വര അനുഗ്രഹം നേടണമെന്ന് അമ്മ പറയുന്നത്. സുഖസൗകര്യങ്ങളിലുള്ള ജീവിതം തെറ്റല്ല, തെറ്റെന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും അത് ധാർമ്മികവും മറ്റുള്ളവർക്ക് പ്രയോജനകരമാവും ആകണം എന്നാണ് അമ്മ പറയുന്നത്. ഇതിനെയാണ് ജീവിത മേന്മ എന്ന് അമ്മ പറയുന്നത്.